ഇതാ കേട്ടോളൂ എന്റെ പരിപാടി. ആരെയെങ്കിലും വിട്ട് ഞാൻ ജെയ്സിനെ വിളിക്കും. അയാൾ വരുമ്പോൾ വളരെ സൗമ്യമായി ഞാൻ സംസാരിക്കും. എന്നിട്ട് മകനെ കൂടി ഈ നാട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെടും. ആ രാജകീയ നവവധുവിന് നൽകാൻ ചില വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ഞാൻ കരുതി വച്ചിട്ടുണ്ട്. ഒരു കിരീടവും മണിയുടെ അടയും. അത് കണ്ടാലുടെ അവളതെടുത്താണ്. അതോടെ അവളുടെ കഥ അവസാനിക്കും. വിഷം ഞാനതിൽ പുരട്ടി വെക്കുന്നത് അവളുടെ മാത്രമല്ല, അവളെ സ്പർശിക്കുന്ന സകലരുടെയും കഥ അവസാനിച്ചിട്ട് ഇതൊന്നും തീരുന്നില്ല. കൊല്ലും ഞാൻ, കൊല്ലും അവനെ, എന്റെ മകനെ. ആരാണ് എതിർക്കാൻ? ആ ജെയ്സൺ സന്തതിനാശം വരുത്തി ഞാൻ ഈ നാടിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു. നാടില്ല, വീടില്ല, പോയി ഒളിക്കാൻ ഇടമില്ല. പാത്രമാക്കി സൽക്കരിച്ചെന്നുള്ള കാരണത്താൽ ആവുന്നതൊക്കെ തുണയ്ക്കുവാൻ ഈ ഞങ്ങളിപ്പോഴേ അയ്യോ പറയുന്നു ഞങ്ങളൊന്നായി ചെയ്യല്ല ചെയ്യലും സാധ്യമല്ല. നിങ്ങൾക്കത് പറയാം. അനുഭവിച്ചവൻ ഞാനാണ്. ഉണ്ടോ കരമുറപ്പുണ്ടോ പെറ്റ കുഞ്ഞിന്റെ കഴുത്തറക്കാൻ? അവനെ, ആ ജെയ്സിനെ വേദനിപ്പിക്കാൻ ഞാൻ വിജയിക്കും. നിശ്ചയം നിശ്ചയം സ്ത്രീകുലത്തിൽ ആയിക്കൊള്ളട്ടെ, തടഞ്ഞിട്ട് ഫലമില്ല. ഒരു ജെയ്സിനെ കൂട്ടിക്കൊണ്ടുവരിക. നിന്നെ തന്നെ ഇതിനായി അയക്കുന്നത് എന്തിനെന്നറിയുമോ? ഒരക്ഷരം പുറത്ത് പറയരുത്. ഉണ്ടോ നിനക്ക് കരമുറപ്പുണ്ടോ പെറ്റ കുഞ്ഞിന്റെ കഴുത്തറക്കാൻ? അയ്യോ പറയുന്നു ഞങ്ങളൊന്നായി ചെയ്യല്ല ചെയ്യല്ല ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനിതാ വന്നിരിക്കും. നിനക്കെന്നോട് വൈരമാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ആമിനെ സ്വീകരിക്കുന്നു. പറയും, എന്താണ് നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? അല്പം മുമ്പ് ഞാൻ പറഞ്ഞതല്ല, അത് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കെന്തോ കഴിവാതെയായിരുന്നപ്പോൾ എന്തിനു വേണ്ടി ഞാൻ ഭരണകർത്താക്കളുടെ ശത്രുത്വം സമ്പാദിച്ചു? എന്റെ നന്മയ്ക്ക് വേണ്ടി രാജകുടുംബവുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമാനായ ഭർത്താവിനെയല്ലേ ഞാൻ ശത്രുവായി കണ്ടത്. എന്തിനേറെ പറയുന്നു, പെണ്ണെന്തായാലും പെണ്ണ് തന്നെ, കഥയില്ലാത്ത. പക്ഷെ പുരുഷനായാൽ എന്നെ പോലെ ആവില്ല. ഇതാ നിന്റെ അച്ഛൻ. അച്ഛനോടുള്ള പിഴക്കമെല്ലാം ദൂരെ കളയും.
അമ്മയോടൊപ്പം നിന്ന് അച്ഛനെ അഭിവാദനം ചെയ്യും. അജ്ഞാതങ്ങളായ എന്തെന്ത് പിന്തുകളാണ് നിരക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ ഈ കൈ ഇനി എന്റെ നിരക്ക് എത്താനാ നീളാനാണ്. എന്നോട് ക്ഷമിക്കൂ മകൻ, എന്നോട് ക്ഷമിക്കൂ. എത്ര നാൾ കാത്തിരുന്നാണ് ഞങ്ങൾ പരിഭവമെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നെ എനിക്ക് കൊല്ലാനേ കല്ലേ. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോ. ധൈര്യങ്ങളും ഉണ്ടായിട്ടല്ല, അമ്മയുടെ വാക്കുകളുടെ അവിശ്വാസവും ഞാൻ എന്നോട് പറയണമെന്ന് ഉദ്ദേശിച്ചത് പകുതിയായും ശേഷിക്കുന്നത് കൂടി ഞാൻ പറയട്ടെ. ഞങ്ങൾ ഈ നാട് വിട്ടു പോകണമെന്നാണല്ലോ രാജകൽപ്പന. ഞാൻ ഈ നാട് വിടാൻ തയ്യാറാണ്. നമ്മുടെ മകൻ അവൻ ഈ നാട്ടിൽ കഴിയാൻ സാധിക്കുന്നു. അവന്റെ അച്ഛനുമൊത്ത് ബാല്യം കഴിച്ചു കൂട്ടാൻ അവന് ഭാഗ്യം സിദ്ധിക്കുമോ? അങ്ങ് രാജാവിനെ കണ്ടൊന്ന് അപേക്ഷിച്ചാലും അങ്ങനെ നാട് കടത്തരുതെന്ന് സഫലമാകുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കും. എങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയുടെ നവവധു അവന്റെ അച്ഛനോട് ആവശ്യപ്പെടുത്തി. അവളോട് ഞാൻ എന്ത് കാര്യമെങ്കിലും ആവശ്യം. മറ്റുള്ള സ്ത്രീകളെ പോലെയാണ് അവളുമെങ്കിൽ അങ്ങേക്ക് അത് തീർച്ചയായും സാധിക്കും. ഈ സംരംഭത്തിൽ അങ്ങയെ ആവുന്നത്ര സഹായിക്കാൻ ഞാനും ഉണ്ടാവും. അവൾക്ക് നൽകാനായി ചില വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ഞാൻ കരുതിവച്ചിട്ടുണ്ട്. ഒരിടയായി നമ്മുടെ മകൻ അവന്റെ കൈകൊണ്ട് തന്നെ ഇതവർക്ക് നൽകട്ടെ. മകനെ ഭാഗ്യവന്തുമായ അനുഭവത്തിന് ഈ സമ്മാനങ്ങൾ എന്തിതെല്ലാം വെറുതെ കൈയൊഴിയും. നിയോളിക്കും ആഭരണത്തിനും ക്രയോണിന്റെ കൊട്ടാരത്തിനുണ്ടോ വല്ല കുറവും? കളഞ്ഞു കുടിക്കാതെ കരുതി വയ്ക്കും കയ്യിൽ. അവൾ എനിക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുവെങ്കിൽ അതെന്റെ ഫലത്തെ എന്നെ തന്നെ. അങ്ങനെയൊന്നും പറയും. ദേവന്മാർക്കും സമ്മാനം കൊണ്ട് ഇറങ്ങി പോകാറുണ്ട്. എന്റെ മകന് വേണ്ടി സ്വർണ്ണമല്ല ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ചെല്ലു മകനെ, ചെല്ലു. ആ മഹിമേടയിലേക്ക് എന്റെ സ്വാമിയുടെ അടുത്തേക്ക്, നിന്റെ വീട് വന്നതിന്റെ അടുത്തേക്ക് ചെന്ന ഉടനെ പറ്റെന്താണ് മകനെ എന്നിട്ട് രാജാവിനോട് അപേക്ഷിച്ചാലും നിന്റെ നാട് കടത്തുന്നില്ല. രാജകുമാരി ആ സമ്മാനങ്ങൾ വാങ്ങി സന്തോഷമാക്കി. നീ എത്ര എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. ആ സന്തോഷമോർത്ത് കേൾക്കാം.
വാർത്തയ്ക്ക് ഇണങ്ങുന്ന വാക്കുകളല്ലല്ലോ ഇത്. അയ്യോ, ഇനി ഞാൻ അറിയാതെ ഒരു പരിശോധന പറഞ്ഞു. പിന്നെ എന്തിനീ കുനിഞ്ഞിരിപ്പ്? പിന്നെ എന്തിനീ കണ്ണുനീർ പാർക്കും? അല്പം ഒന്ന് ക്ഷമിച്ചാട്ടെ. എത്രയെത്ര അമ്മമാർ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കുന്നു. സഹിക്കാം. ഞാൻ അകത്തേക്ക് വെക്കുന്നു. അമ്മേ, മകനെ, നിനക്കൊരു നാടും വീടും ഉണ്ടായിരുന്നു. ആരോരുമില്ലാത്ത എന്നെ ഉപേക്ഷിച്ച് അമ്മയില്ലാത്തവനായി എന്നും ഇവിടെ കഴിയും. നാട് കടത്തപ്പെട്ട ഞാനിതാ പോകുന്നു. ഏതെങ്കിലും നാട്ടിലേക്ക് നിന്റെ തീരുമാനത്തോടെ കാണാതെ നിനക്ക് വിവാഹമഞ്ചം സഭയ്ക്കാതെ നിന്റെ മണവാട്ടി ഒരുക്കാതെ ഞാൻ നിന്നെ കിട്ടിക്കുന്നു. എന്റെ മകനെ, നീ എന്തിനിങ്ങനെ പുഞ്ചിരിക്കുന്നു? ഈ ബലികർമ്മത്തിന് സാക്ഷ്യം നിൽക്കുന്നത് പാപമെന്ന് കരുതുന്നവർ പോകട്ടെ അവരുടെ പോക്കിന്. ഇനി ഞാൻ മാന്തിക്കാൻ പാടില്ല. എനിക്കാദത്തിന്റെ നരക പീഡകളുമായി ശത്രുക്കൾ പാടില്ല. അവർക്ക് കുട്ടിയും ഞൊണ്ടിയും കൊല്ലാൻ എന്റെ മകനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്തായാലും അവൻ മരിക്കണം. പിന്നെ എന്തിനത് മാറ്റി വെക്കണം? അവർക്ക് കൊല്ലാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്തൊരാശേഷിക്കും എന്ത് ചെയ്യണം? പോകും പോകുന്നു കഴിയും. ദുഃഖത്തിന്റെ ദുർബലയാകുന്നു. ഓടിക്കോ ഓടിക്കോ. രാജരക്തം ചിന്തി മഹാഭാവം ചെയ്തിട്ട് ഒരു കൂട്ടലില്ലാതെ ഇരിക്കുന്നു. രക്തം കൂട്ടാതെ ചങ്ങാതി, എനിക്ക് മുന്നിൽ ചിലത് പറയാം. ഇങ്ങനെയാണ് അവർ മരിച്ചത്. ഞാൻ അഭിലഷിച്ചതുപോലെ തന്നെ അവർക്ക് ലഭിച്ചു എന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ ഒമ്പത്തെ കവിളിന്റെ സന്തോഷമായിട്ട് നിങ്ങൾ എനിക്ക് പ്രദാനം ചെയ്യുക. അവന്റെ അച്ഛനും ഒന്നിച്ചു പുതുതായി തീർന്ന മണിയറ മന്ദിരത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാട് ദുഃഖിച്ചിരുന്ന ആശ്രിതരായ ഞങ്ങളെല്ലാം സന്തോഷിച്ചു. സ്വാമിനിയും യജമാനും തമ്മിലുള്ള പിണക്കമെല്ലാം തീർന്ന് രമ്യതയിലായ ഒരു വാർത്ത ചെവിക്ക് ചെവി അവരെല്ലാം പരന്നു. എത്ര സന്തോഷത്തോടെയാണല്ലോ ഞങ്ങൾ അവരെ സ്വീകരിച്ചത്. ചിലർ കുഞ്ഞി കൈപിടിച്ച് ഉമ്മ കൊടുത്തു, മറ്റു ചിലർ ആ പൊന്നിൻ തലത്തിൽ മാടി ഒതുക്കി. സന്തോഷത്തിന്റെ കൂടുതൽ കൊണ്ട് ഞാൻ അവരുടെ കൂടെ അന്തപ്പുരം വരെ പോയി. അവിടെ ഞങ്ങളുടെ സ്വാമിനി. ഇപ്പോൾ ഞങ്ങൾ അവരെ വിളിക്കുന്നത് സ്വാമിനി എന്ന ആനന്ദത്തോടെ യജമാനെ തന്നെ കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോൾ കുഞ്ഞിന്റെ തലവെട്ടം അടുത്ത് കണ്ടോ അപ്പോൾ തട്ടം വലിച്ചിട്ട് മുഖം വെട്ടിച്ചുകൊണ്ട് ഒരു ഒറ്റ ഇറങ്ങിപ്പോക്ക് പിറകെ ഓടിച്ചെന്ന് എന്തെല്ലാം പറഞ്ഞെന്നോ യജമാനൻ. ആ ചെറുപ്പക്കാരിയുടെ പിണക്കമൊന്നും ഇല്ലാതാക്കാൻ സ്നേഹമുള്ളവരോട് ദാക്ഷിണ്യമില്ലാതെ പെരുമാറുന്നത്, സ്നേഹമുള്ളവരോട് ദാക്ഷിണ്യമില്ലാതെ പെരുമാറരുത്.
സ്നേഹമുള്ളവരോട് ദാക്ഷിണ്യമില്ലാത്ത പെരുമാറ് നിന്റെ ഭർത്താവിന്റെ മിത്രങ്ങൾ, നിന്റെ ഈ മിത്രങ്ങൾ ആ നല്ല മുഖം നിങ്ങൾക്ക് തിരിച്ചു ഇവരെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. സമ്മാനങ്ങൾ, വിവാഹ സമ്മാനങ്ങൾ, ആഭരണങ്ങൾ ഇത് സ്വീകരിച്ചാൽ രാജാവിനോട് പറയാം ഇവരെ കാലഘട്ടത്തിൽ നിന്നും ഒഴിവാക്കും. ആ മണിക്കുപ്പാരവും മറ്റും കാണാത്ത താമസം ആനന്ദം കൊണ്ട് മതിമറന്ന് രാജകുമാരി ഭർത്താവ് പറഞ്ഞതെല്ലാം അങ്ങ് സമ്മതിച്ചു. ആ അച്ഛനും മകനും മുറിയിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ തന്നെ ആ വിഴുങ്ങുന്ന മണിക്കുപ്പായം ആർത്തിയോടെ വലിച്ചെടുത്ത് ഒരൊറ്റ അടിയൻ തലമുടി വാടി ആ പൊൽക്കിരിയുടെ വെള്ളത്തിൽ ചാക്കി എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ആ പ്രതിബിംബം നോക്കി പുഞ്ചിരിക്കാനും തുടങ്ങി. പതുക്കെ പതുക്കെ കാലെടുത്ത് വെച്ചു. രാജകുമാരി ആ മുറിയിലങ്ങ് നൃത്തം ചവിട്ടി. സമ്മാനം കണ്ട് സന്തോഷിച്ച് അവർ അവിടെ എല്ലാം തുള്ളിച്ചാടി. ഇടയ്ക്കിടയ്ക്ക് നൃത്തം നിർത്തി തല തിരിച്ചും പിരിച്ചും പാദം വരെയുള്ള മണിക്കുപ്പായത്തിന്റെ അഴക് നോക്കി രസിക്കുകയും എത്ര പെട്ടെന്നാണ് ആ മട്ടൊക്കെ മാറിയത്. അത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. മുഖത്തിന്റെ നിറമേ മാറി, വിളറി വെളുത്ത്, മുട്ടുവിറച്ച്, കാലി വേറ്റ്, ഒരു വിധത്തിൽ പിറകോട്ടാഞ്ഞൊരു വീഴ്ച. ഏത് ബോധ കൂടി ഉപദ്രവിക്കുകയാണെന്ന് കരുതി പ്രായത്തുള്ള ഒരു വാലക്കാരി കരയാൻ തുടങ്ങി. ഒടുവിൽ വായിൽ നിന്ന് വെളുത്ത നിറയും പതയും ചാടി കണ്ണുവട്ടം കറങ്ങി മുഖം വിളറിയപ്പോൾ സ്ത്രീകളെല്ലാം കൂടെ ഒരു കൂട്ടത്തെ നിലവിളി ഓടി രാജാവിന്റെ അടുത്തേക്ക് വേണമെത്തി യജമാനന്റെ അടുത്തേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തോടോട്ടം. കൊട്ടാരത്തിലാകെ കോലാഹലം. കണ്ണടച്ച് പെട്ടെന്ന് പെട്ടെന്ന് ബോധം വീണപ്പോൾ പിടഞ്ഞെഴുന്ന പ്രാണവേഷത്തിൽ കൂടി അവരെ ഉരുക്കി കൊല്ലുകയല്ലേ. പൊൻകിരീടം തലയിൽ പറ്റിപ്പിടിച്ച് ഉരുകി ഉരുകി എല്ലാം ഒഴുകുന്ന ഒരു തീയാടി പടരുകയായി. ആ കുഞ്ഞു കൊടുത്തയച്ച മണിക്കുപ്പായം ദൈവമേ പട്ടുപോലുള്ള ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് കിളിഞ്ഞിറങ്ങാൻ ആ നശിച്ച കിരീടം തലയിൽ പറ്റിപ്പിടിച്ച് ആണിയടി ഇറക്കിയതുപോലെ അതുകൊണ്ട് കുറച്ചു കയറുകയും തലമുടിയിലൂടെ തീ പഴന്നപ്പോൾ തിരിച്ചറിയാൻ വയ്യാത്ത ആ കോലം താഴെ വീണു. ആ കണ്ണയുടെ ആരാധനയുടെ കടലൊലിച്ച് ചാടുന്നത് പോലെ ഉരുകിയ രക്തവും മാംസവും ശരീരത്തിൽ നിന്ന് മക്കളെ ഒളിച്ചുകൊണ്ടേയിരുന്നു. മരത്തിന്റെ പട്ടയണിരുന്നത് പോലെയാണ് ശരീരത്തിൽ നിന്നും മാംസം അടർന്നു വീണത്. അയ്യോ, ആ കാഴ്ച അതാരും കണ്ടു നിൽക്കുന്നതല്ല. ഞങ്ങൾ അടുത്ത് ചെല്ലാൻ പോലും ഭയന്നു. എന്തൊരു മരണമായിരുന്നു അത്. ഇതൊന്നും അറിയാതെ രാജാവ് ഓടി കിതച്ചു വന്ന് ആ മകളുടെ കെട്ടി വീണ് ആദ്യം
മകളും അടുത്തടുത്ത് തൊട്ട് തൊട്ട് അതാ അതാ മരിച്ചു കിടക്കുന്നു. ഇനിയൊരക്ഷരം എനിക്ക് നിങ്ങളോട് പറയുവാനില്ല. ജനരോഷത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചോളൂ. മനുഷ്യജീവിതത്തെ പറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തൊരു നിറം മങ്ങിയ നിര. മഹിളകളെ, ഞാൻ വ്യക്തമായി തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ മകനെ കൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിഷ്ഠൂരമായ അന്യഹസ്തത്താൽ നിന്ന് മരിക്കാൻ അവൻ കാത്തതെങ്കിൽ എന്തായാലും മരിക്കണം. എന്നാൽ അന്യകര സ്പർശനേൽക്കാതെ എന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ. സ്വന്തം അമ്മയുടെ കൈകൊണ്ട് ശക്തമായ ദക്ഷിണസ്ഥലം എടുക്കുവാൻ കടക്കും മുന്നോട്ട്. ജീവിതത്തിന്റെ ആ നേർത്ത നേർവറ ഉപയോഗിച്ച് വീഴുവാകുന്നു. എന്റെ രക്തം, എന്റെ മാംസം ദിവസത്തേക്ക് വേണ്ടതിലേറെ കൊല്ലുന്നുവെങ്കിൽ നിനക്ക് ഇവനെന്നും പ്രിയപ്പെട്ടവരായിരുന്നു. ഞാൻ എന്തൊരു ഭാഗ്യദോഷിയാണ്.
എവിടെ പോയി ഒളിക്കുവാനാണ് അതിന്റെ ശിക്ഷ അനുഭവിക്കാതെ ദൈവകോപത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ പോയി തുണയത്ത് എവിടെയെങ്കിലും. എനിക്ക് എന്റെ മകനെ പറ്റിയാണ് ഉത്കണ്ഠ. എനിക്ക് അവന്റെ ജീവൻ രക്ഷിക്കണം. അവൾ എന്നെയും കൊല്ലുവന്നു. മകനെ ഹനിച്ച എന്നെ അന്വേഷിച്ചോടെ പുറപ്പാട്. പാടുവില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പ്രപിതാമഹനായ സൂര്യഭഗവാൻ അയച്ചിരുന്നതാണ്. കുഞ്ഞിന്റെ കഴുത്തിന് നേരെ വാൾ വീശാൻ നിനക്ക് എങ്ങനെ കരുത്തുണ്ടായി? കൊണ്ടുവരും. ഞാനും ആശ്വസിച്ചുകൊള്ളട്ടെ. ഉരിയാകാൻ മകനില്ല, ആശ്വസിപ്പിക്കാൻ പത്നിയില്ലാതെ തകർന്നു തകർന്ന് തകർന്ന് തരിപ്പണമായി. ദൈവമേ,
നാടകത്തിൽ അഭിനയിച്ചവരെയും പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും പരിചയപ്പെടുത്തുന്നു. ആദ്യം നാടകത്തിലെ അഭിനേതാക്കൾ. ഗായക സംഘമായും പൂരത്തിലെ സ്ത്രീകളായും അഭിനയിച്ചവർ ശ്രീരാജ് ആ, അജയൻ പി പി, സുധീർ ബാബു സി എസ്, പ്രേംദാസ് എ ടി, പ്രിയരാജ് ജി, സന്തോഷ് എ ആർ, ദിനേശൻ കെ വി, ദിലീഷ് കുമാർ കെ എസ്. മീഡിയ ആയി അഭിനയിച്ചത് മുത്തുമണി സോമസുന്ദരം. മീഡിയയുടെ കുട്ടി ആദിൽ ബാബു. കുട്ടിയുടെ പരിചാരകൻ ദിനേശൻ കെ വി. ക്രൈവൻ രാജാവ് അജയൻ ടി വി. ജെയ്സൺ സെൽവരാജ് ബി ആർ. ഏതൻസിലെ രാജാവായ ഇ എസ് പ്രേംദാസ് എ ടി. സന്ദേശവാഹകർ സുധീർ ബാബു സി എസ്, പ്രിയരാജ് ജി. നാടകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ രമ്യ. നാടകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ നാടക രചന 2500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യൂറോപ്പിഡീസ്. പരിഭാഷ പുതുശ്ശേരി രാമചന്ദ്രൻ. സെറ്റ് ദിനേശൻ കെ വി. സെറ്റ് സഹായികൾ ശ്രീരാജ് ആർ, ദിലീഷ് കുമാർ കെ എസ്. കലാസംവിധാനം അജയൻ ടി വി. രംഗവസ്തുക്കൾ സുധീർ ബാബു സി എസ്. കോസ്റ്റ്യൂംസ് ജോയി ടി വി. ഡോക്യുമെന്റേഷൻ രാജൻ നമ്പൂതിരിപ്പാട്. സംഗീത സംവിധാനം ബിജിപാൽ എം. ബിജിപാൽ എം, സെൽവരാജ് ബി ആർ എന്നിവർ. പിന്നണിയിൽ എ ആർ സുബ്രഹ്മണ്യൻ, കിഷോർ എം കെ. കൊറിയോഗ്രാഫി നാരായണൻ എബ്രാന്തരി. ദീപം സംവിധാനം ജയപ്രകാശ് ഉണ്ണികൃഷ്ണൻ. നിർമ്മാണ നിർവഹണം പ്രേംദാസ് എ ടി. നാടക സംവിധാനം ചന്ദ്രദാസ്. നാടകം അവതരിപ്പിച്ചത് ഈ നാടകം ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഞങ്ങളോട് ചേർന്ന് ഇതിന് വേണ്ടിവരിക എറണാകുളം ഫൈനാൻസ് സൊസൈറ്റി ഭാരവാഹികൾക്ക് ഞങ്ങളുടെ വളരെ 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 നന്ദി.